നമ്മുടെ റോയൽ അത്ലറ്റിക് അക്കാദമി 2016-15 തുടങ്ങി ഏകദേശം ഒരു പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി നൂറുകണക്കിന് സ്പോർട്സ് പ്രേമികൾക്കും കായിക താരങ്ങൾക്കും ട്രെയിനിങ് നൽകി ഇന്ത്യയുടെ വിവിധ ഫോഴ്സുകളിൽ പോലീസിലും ആർമിയിലും നേവിയിലും എയർഫോഴ്സിലുമൊക്കെ ധാരാളം വിദ്യാർത്ഥികൾക്ക് ജോലി വാങ്ങിക്കൊടുക്കാൻ സഹായിച്ച് ധാരാളം കായിക താരങ്ങളെ സൃഷ്ടിച്ച നമ്മുടെ റോയൽ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ഇതാ ഫസ്റ്റ് എഡിഷൻ റേസ് അഗൈൻസ്റ്റ് ഡ്രഗ്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ പുതിയ തലമുറയെ സ്പോർട്സിലേക്ക് കൊണ്ടുവരിക. ജീവിതമാണ് ലഹരി, സ്പോർട്സ് ആണ് ലഹരി എന്ന സ്പോർട്സ് ക്ലബ്ബുകൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായി വളരെ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതായി നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ ഒരു ഉദാഹരണമാണ് ഇന്ന് നടക്കുന്ന ഇവന്റ്. ഇന്ന് 10 കിലോമീറ്റർ 5 കിലോമീറ്റർ വിഭാഗങ്ങളിലായിട്ടാണ് നമ്മുടെ ഇവന്റ് ഇവിടെ 10 കിലോമീറ്റർ റൺ ഫ്ലാഗ് ഓഫ് ചെയ്യപ്പെടുന്നതാണ്. 10 കിലോമീറ്റർ ഓടാനുള്ള ആൾക്കാർ വാമപ്പ് ചെയ്ത് റെഡിയായി നിൽക്കുക.
എല്ലാ സ്പോർട്സ് പ്രേമികളെയും ഞങ്ങൾ മൺട്രോത്തുരത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. മൺട്രോത്തുരത്തിൻ്റെ ഭംഗികൾ ആസ്വദിച്ചുകൊണ്ട് മൺട്രോത്തുരത്തിനെ ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കാൻ മൺട്രോത്തുരത്തിൻ്റെ ടൂറിസം സാധ്യതകളെ മാക്സിമം എൻഹാൻസ് ചെയ്യാനായിട്ട് വ്യാപാരികളും ഒക്കെ കൊല്ലത്ത് വന്ന് ഇറങ്ങിയ കഥകളൊക്കെ ധാരാളം. അതിൻ്റെയൊക്കെ തിരിശേഷിപ്പുകൾ ഏകദേശം 1000 വർഷം 500 വർഷമൊക്കെ പഴക്കമുള്ള നമ്മുടെ ഡച്ച് കോട്ടയൊക്കെ നമുക്ക് ആ കടപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞും ബ്രിട്ടീഷുകാർ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് നമ്മുടെ തങ്കശ്ശേരി. അവിടെ നമ്മുടെ കാവലെന്ന് പറയുന്ന ഉള്ളിലുള്ള പ്രദേശമൊക്കെ. അങ്ങനെ ചരിത്രപരമായും സാംസ്കാരികപരമായും വ്യാപാരപരമായും വളരെയധികം പ്രത്യേകതകളുള്ള കൊല്ലം വീണ്ടും കായിക മേഖലയിൽ ഇതാ തങ്കലിപികളിൽ എഴുതി ചേർക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇവന്റുകളുമായി കേരളത്തിലേക്ക് വീണ്ടും വന്നെത്തിക്കൊണ്ടിരിക്കുകയാണ്. ധാരാളം ഇവന്റുകളും വളരെ നേട്ടങ്ങളുമായിട്ട്. അതിൻ്റെയൊക്കെ പിന്നിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ക്ലബ്ബുകളും സംഘടനകളും ഒക്കെയാണ്. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു, ഇനി വരാൻ പോകുന്ന 2 മാസം കൊല്ലത്തിന് മാരത്തോണിന്റെ ഒരു ആഘോഷമാണ്. സോൾസ് ഓഫ് കൊല്ലവും ജസ്റ്റ് മൂവും ഒക്കെ അവരുടെ വ്യത്യസ്തമായ ഇവന്റുകൾ കൊണ്ട് നിറഞ്ഞാടാൻ പോവാണ് കൊല്ലത്തേക്ക്. ലോകം കൊല്ലത്തേക്ക് ഉറ്റുനോക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഈ ഒരു ഇവന്റിനെ ഇങ്ങനെ വിജയമാക്കാൻ നമ്മളോട് സഹകരിച്ച എല്ലാ ആൾക്കാർക്കും നന്ദി അറിയിക്കുകയാണ്. ഇനി അടുത്ത വർഷവും വീണ്ടും നമുക്ക് ഇങ്ങനെയുള്ള അടിപൊളി ഇവന്റുകൾ നമ്മുടെ ടൈറ്റിൽ സ്പോൺസർ അനശ്വര ജുവലറിക്കും അതോടൊപ്പം നമ്മളുടെ ശബ്ദവും വെളിച്ചവും നൽകി നമ്മളെ സഹായിച്ച നമ്മുടെ നിഖിൽ സൗണ്ട്സിനും നമുക്ക് ആഹാരം നൽകിയ കേറ്ററിംഗ് ടീമിനും എല്ലാ ആൾക്കാർക്കും ഒരിക്കൽ കൂടി ആശംസകൾ അറിയിച്ചുകൊണ്ട് ഐ ആം സൈനിങ് ഓഫ്. അടുത്ത വർഷം വീണ്ടും കാണാം. എൻ്റെ പേര് ബിനീഷ് തോമസ്. എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. താങ്ക് യു എവരിവൺ.